പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ? എൻ്റെ കറക്റ്റായിട്ടുള്ള പാതയിൽ കൂടിയാണ് ദൈവം എന്നെ നടത്തുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം എൻ്റെ ജീവിതം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് എന്താണ് വേണ്ടത് എന്ന് ദൈവത്തിന് കറക്റ്റായിട്ട് അറിയാം. എന്താണ് ആവശ്യം എന്നുള്ളത് എൻ്റെ ദൈവത്തിന് കറക്റ്റായിട്ട് അറിയാം. എന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ ദൈവം എനിക്കിത് തരാത്തത്? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചോദിക്കാറുണ്ടോ? നമുക്കൊരു വചനഭാഗം വായിച്ചാലോ? എഫേസ്യർ 3-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യം നമുക്ക് വായിക്കാം. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തു യേശുവിലും എന്നേക്കും തലമുറയായും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ഇത് നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ വചനമാണല്ലേ. ഈ ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവ് മുഖാന്തരം പൗലോസ് എഴുതുമ്പോൾ പൗലോസ് ഏത് സാഹചര്യത്തിലായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? റോമയിലെ ജയിലിൽ കിടന്നുകൊണ്ട് എഫേസ്യ സഭയ്ക്ക് എഴുതുമ്പോൾ ഇത്രയും വലിയ കാര്യം, ആ ജനത്തെ ഇത്രയും ശക്തീകരിക്കാൻ പൗലോസിന് കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളല്ല നമ്മളെ നമ്മുടെ ദൈവത്തിൽ നിന്നും അകറ്റുന്നത്, അല്ലേ? നിങ്ങൾ കടന്നു പോകുന്നത് ഏത് സാഹചര്യത്തിൽ കൂടിയാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ജോലി ഇല്ലാതെ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ജോലി ഉണ്ടായിട്ടും ഭയങ്കര സ്ട്രെസ്സായിട്ട് കഴിയുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവരായിരിക്കാം, സാമ്പത്തികപരമായ പ്രശ്നങ്ങളുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട് ഇരിക്കുന്ന നിമിഷമായിരിക്കാം. നിങ്ങളിപ്പോൾ ഈ കടന്നു പോയിരുന്ന ഈ പ്രയാസങ്ങൾ എന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ, എന്നാൽ ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് ദൈവം തരുന്നത് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. കർത്താവിനോട് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും നമ്മൾ ദൈവത്തെ ചോദ്യം ചെയ്യാറുണ്ടല്ലേ, ചില സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ. എന്നാൽ നാം ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമുക്ക് എന്താണ് ആവശ്യമെന്നറിഞ്ഞ് നമുക്ക് തരുന്നവനായിട്ടുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരിൽ നിന്നും കേൾക്കാറുള്ള ചില വാക്കുകളാണ്, നീ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് നിനക്ക് ഇത്രയും പ്രയാസങ്ങൾ വന്നു എന്ന്, അല്ലേ? എന്നാൽ നമ്മൾ ബൈബിളിലേക്ക് നോക്കുകയാണെങ്കിൽ ജോബും യോസഫും എല്ലാം ഒരുപാട് പ്രയാസഘട്ടങ്ങളിലൂടെ കടന്നാണല്ലേ അവർ പോയത്. എന്നാൽ അവിടെ എല്ലായിടത്തും അവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം, അല്ലെങ്കിൽ അവിടെ ഒന്നും അവർ ഒറ്റയ്ക്കായിരുന്നില്ല. ദാനിയേലിൻ്റെ സിംഹത്തിൻ ഗുഹയിലും തീച്ചുള്ളിയുടെ മധ്യത്തിലും ദാനിയേൽ ഒറ്റയ്ക്കായിരുന്നില്ല. നീ ഏത് പ്രശ്ന പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോയാലും, ഏത് സാഹചര്യത്തിൽ കൂടി നിങ്ങൾ കടന്നു പോയാലും, നമ്മുടെ ജീവിതത്തിന് ദൈവത്തിൻ്റെ പക്കൽ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ലൈഫിലേക്ക് ദൈവം തരുന്നതാണ്. നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ നമ്മുടെ ദൈവത്തിന് ചെയ്യുവാൻ കഴിയും. നമ്മൾ ചിന്തിക്കുന്നതൊക്കെ നമ്മുടെ ഈ പ്രസൻറ്റ് മാത്രമുള്ള കാര്യങ്ങളാണ്. എന്നാൽ നമ്മുടെ ദൈവം നമ്മുടെ ഭാവിയെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവനാണ്. നമ്മൾ നന്മ എന്ന് മാത്രം ചിന്തിച്ച്, അല്ലെങ്കിൽ എനിക്കൊരു ഉയർച്ചയും ഉണ്ടാവുന്നില്ലല്ലോ കർത്താവ് എന്ന് ചിന്തിക്കുന്നത് ഉപേക്ഷിച്ചിട്ട് എൻ്റെ ലൈഫിൽ നടക്കുന്നതെല്ലാം, അത് നന്മയാണെങ്കിലും സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എല്ലാം എൻ്റെ കർത്താവ് അനുവദിച്ചിട്ടാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിക്കോളൂ. നിങ്ങൾക്കൊരു സങ്കടം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ശക്തീകരിക്കുക, നിങ്ങൾ ശക്തിപ്പെടുക, എൻ്റെ ദൈവം അനുവദിച്ചിട്ടാണ് ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഇനിയൊരു സന്തോഷം കടന്നു വന്നാലും ഇതെൻ്റെ ദൈവം അനുവദിച്ചിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത് കടന്നു വന്നത്. കാരണം നിൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. അത് ദൈവം നിന്നിൽ വെളിപ്പെടുത്തുന്ന ഒരു ദിവസവുമുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ എന്ത് ദൈവത്തോട് അപേക്ഷിച്ചാലും ദൈവം നമ്മുടെ അപേക്ഷകൾ കേൾക്കുന്നവനായിട്ടുള്ള ദൈവമാണ്. നിൻ്റെ ജീവിതത്തിന് ദൈവസന്നിധിയിൽ ഒരു ലക്ഷ്യമുണ്ട്. നിന്നെ ദൈവം ആ ലക്ഷ്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് വചനം നമ്മളോട് പറയുന്നത് എന്താണ്? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്നാണ്. കഷ്ടമില്ല എന്നല്ല പറയുന്നത്, കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്.
നിങ്ങളിപ്പോൾ ഈ കടന്നു പോകുന്നത് എത്ര പ്രതിസന്ധി ആയിക്കോട്ടെ, സങ്കടങ്ങളായിക്കൊള്ളട്ടെ, എന്നെ ശക്തീകരിച്ച ദൈവം നിങ്ങളെയും ശക്തീകരിക്കും. കാരണം ദൈവം നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.